പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ ഒരു മരണം. ഞാറക്കോട് സ്വദേശി കുമാരനാണ് മരിച്ചത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരനാണ് ഇപ്പോൾ ചേരുന്നത്. ശ്രീജിത്ത്, പാലക്കാട് വീണ്ടും കാട്ടാന ആക്രമണം, ഒരാൾ മരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? അതേ ഉന്മേഷ, പാലക്കാട് വീണ്ടും ഒരു കാട്ടാന ആക്രമണം. കാട്ടാന ഒരു ജീവൻ എടുത്തിരിക്കുന്നു. അത് ഞാറക്കോട് സ്വദേശി കുമാരൻ എന്നാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ പേര് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കുമാരൻ 61 വയസ്സുകാരനാണ്. ഒരു മലയോര മേഖല അല്ലെങ്കിൽ വനത്തോട് ചേർന്ന പ്രദേശത്താണ് കുമാരനും ഭാര്യയും താമസിക്കുന്നത്. മക്കളെല്ലാം പുറത്താണ് എന്നാണ് ലഭിക്കുന്ന വിവരം. പുലർച്ചെ 3 മണിയോടുകൂടി വീട്ടിന് പുറത്തിറങ്ങിയതായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് കാട്ടാന വന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതാണ്ട് 5 മണിയോടുകൂടി മാത്രമാണ് നാട്ടുകാർക്ക് ഈ വിവരത്തെക്കുറിച്ച് ഒരു ധാരണ ലഭിച്ചത്. നാട്ടുകാർ അപ്പോഴേക്കും ആ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കാരണം ചെറിയ വെളിച്ചക്കുറവൊക്കെയുണ്ട്. കാട്ടാനകൾ ആ പ്രദേശത്ത് തുടരുന്നു എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. സ്വാഭാവികമായി ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ പേടിയുണ്ടായിരുന്നു. എന്തായാലും ബഹളം കേട്ട് തൊട്ട സമീപവാസികളായ ആളുകളൊക്കെ ഓടി എത്തിയെങ്കിലും മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാട്ടാന കാര്യമായ രീതിയിൽ ആക്രമിച്ചു, ചവിട്ടി എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും കുമാരന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാട്ടാന ഒരു യുവാവിന്റെ ജീവനെടുത്ത് 3 മാസങ്ങൾ തികയുന്നതേയുള്ളൂ. ആ യുവാവ് അമ്മയുമൊത്ത് വീട്ടിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഒരു ആക്രമണം നടന്നത്. എന്തായാലും ഒരു ദാരുണമായ സംഭവമാണ് ഈ ഒരു ഘട്ടത്തിൽ ആ മേഖലയിൽ നിന്ന് നടന്നിരിക്കുന്നത്. വലിയ പ്രതിഷേധമുണ്ട്. ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധം ആ മേഖലയിൽ ഉണ്ടായിരുന്നു അന്ന് യുവാവ് മരിച്ച സമയത്ത്. പക്ഷേ പിന്നീട് വനംവകുപ്പ് ധനസഹായമൊക്കെ കൃത്യമായ രീതിയിൽ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ കാട്ടാനക്കൂട്ടം വേനൽക്കാലമായതിനാൽ കാട്ടാനകൾ ഇറങ്ങുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മഴക്കാലമായിട്ടും ഈ കാട്ടാനകൾ കാട് കയറുന്നില്ല. അത് നാട്ടിൽ തന്നെ തുടരുകയാണ്. എന്തായാലും കുമാരന്റെ നെഞ്ചിൽ കാര്യമായ രീതിയിൽ ചവിട്ടേറ്റിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രാഥമികമായി നമുക്ക് അവിടുന്ന് നാട്ടുകാരുടെ പ്രതികരണം കൂടി അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാട്ടാന മുണ്ടൂർ ഞാറക്കോട് സ്വദേശി കുമാരന്റെ ജീവൻ എടുത്തിരിക്കുന്നു. വലിയ പ്രതിഷേധം. മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ ഇത്രയും ഭീതിതമായ ഒരു സമയം മുൻപുണ്ടായിട്ടില്ല. അപ്പോൾ ഓരോ തവണയും ഈ ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രം പണം കൊടുത്ത് അവരെ നിശബ്ദരാക്കുക എന്നൊരു രീതിക്ക് ഉപരിയായിട്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ലേ? ഇപ്പോഴും ഇതിനു ശേഷവും അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രതികരണം ലഭ്യമാണോ? തീർച്ചയായും മനുഷ്യ വന്യജീവി സംഘർഷം ഈ മേഖലയിൽ പതിവാണ്. സ്വാഭാവികമായി അത്തരത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന മേഖലകളിലേക്ക് കൃത്യമായ രീതിയിൽ ശാശ്വതമായ പരിഹാരം കാണാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു മനുഷ്യജീവന് 10 ലക്ഷം മാത്രമേ വിലയുള്ളൂ എന്ന ചോദ്യമൊക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായി വലിയ പ്രതിഷേധം പല മേഖലകളിൽ കഴിഞ്ഞ തവണ ഉയർന്നിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം പ്രതിഷേധം നടക്കും. അതിനുശേഷം അത് ഈ പ്രതിഷേധം തണുക്കും. പിന്നീടും വീണ്ടും ഇത്തരത്തിലുള്ള കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകും. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്, പരാതിയുണ്ട്. സ്വാഭാവികമായി ആ പ്രതിഷേധം ഉണ്ടാകും വരും മണിക്കൂറുകളിലും എന്ന് തന്നെയാണ് നാട്ടുകാർ എല്ലാവരും തന്നെ പറയുന്നത്. രണ്ടാമത്തെ ജീവനാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ PT-7 ധോണി എന്ന ഇപ്പോൾ കുങ്കിയാനെ ആക്കാനുള്ള ശ്രമം നടത്തുന്ന കാട്ടാന മനുഷ്യജീവനെടുത്ത ആ മേഖലകളുടെ പരിസരം തന്നെയാണ് ഈ പ്രദേശമൊക്കെ. എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ട്. അല്പസമയത്തിനകം കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ, ക്രിസ്റ്റീന. ശരി, ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ PA ഗോകുൽദാസ്, അദ്ദേഹം CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ PA ഗോകുൽദാസ്, ഈ മുണ്ടൂര് ഇത്തരത്തിൽ കാട്ടാനയുടെ ശല്യമുള്ള ഒരു മേഖലയാണോ? ഇന്നൊരു ജീവൻ പൊലിഞ്ഞിരിക്കുകയാണല്ലോ ശ്രീ PA ഗോകുൽദാസ്. വീട്ടിനകത്ത് കയറിയിട്ടാണ് ആളെ കൊണ്ടിരിക്കണം. മൂത്രമൊഴിക്കാൻ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് തട്ടി, ബാത്റൂമിന്റെ ഉള്ളിൽ വെച്ച് തട്ടിയിട്ടാണ് ആള് മരിച്ചിരിക്കുന്നത്. അല്ലാതെ ഇത് വനത്തിന്റെ അകത്തോ അല്ലെങ്കിൽ റോട്ടിൽ നടക്കുമ്പോഴൊന്നുമല്ല. രാത്രി വീട്ടിൽ കിടന്ന് 3 മണിക്ക് അദ്ദേഹം മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങുമ്പോഴാണ് വീട്ടിന്റെ ഉള്ളിൽ വെച്ച് കോമ്പൗണ്ടിൽ വെച്ചിട്ട് ചവിട്ടി കൊന്നിരിക്കുകയാണ്. കയ്യും കാലൊക്കെ ചവിട്ടി ഒടിച്ച് ആകെ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബോഡി ഇവിടെ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. കാരണം ഇതില് നേരത്തെ എടുത്തിരുന്ന ഒരു ഇവിടെ ആവുന്നില്ല. പ്രൈവറ്റ് ഫെൻസിംഗ് ബന്ധമായിട്ട് വേണമെന്ന് കുറെ കാലമായി ആൾ ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് ഇപ്പൊ അവര് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് വോയിസ് ഓഫ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ബോഡി ഇവിടെ എടുക്കാറില്ല എന്നാണ് തദ്ദേശവാസികൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കലക്ടർക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവർ വന്ന് ഇവിടുത്തെ ആളുകൾ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയൂ എന്നതാണ് ഇപ്പോ എത്തിയിട്ടുള്ള അന്തരീക്ഷം. വളരെ ദയനീയമാണ്. വീട്ടിന്റെ അകത്ത് കയറി ആനയെ ആക്രമിച്ചു കൊല്ലുക എന്നുള്ളൊരു സ്ഥിതി വന്നാൽ
അത് ആനയെ വെടിവെച്ച് കൊന്നിട്ടാണെങ്കിൽ പോലും ആളുകളുടെ ജീവൻ രക്ഷിക്കണം, അതല്ലാതെ മാറുകയില്ല. ഇവിടെ ആന വരുന്നുണ്ട്, ആളുകൾ തുരത്തി ഓടിക്കും, കാട്ടിന്റെ അരികിലൂടെ ആന നടക്കും, പിന്നെ വീട്ടിൽ കയറി വന്ന ആളെ കൊല്ലും. അങ്ങനെ വന്നാൽ എങ്ങനെ ജീവിക്കും? നാട്ടിൽ ജീവിക്കണ്ടേ ആളുകൾക്ക്? അതുകൊണ്ട് ആനയാണെങ്കിൽ ആന, വേറെ ആണെങ്കിൽ വേറെ, വെടിവെച്ച് കൊല്ലലാണെങ്കിൽ അത്, അങ്ങനെയാണെങ്കിൽ അല്ലാതെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസമുണ്ട് ആൾക്ക്. അലൻ മരിച്ചിട്ട് ഇപ്പോൾ അധികം സമയം ആയിട്ടില്ല. അത് വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ്, ഇത് വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ടാ കൊന്നിരിക്കുന്നത്. കൊലപാതകമാണല്ലോ, കൊലപാതകത്തിനുള്ള ശിക്ഷ അതേപോലെ തന്നെ ആയിരിക്കണം. ശരി, ഏതായാലും വലിയ പ്രതിഷേധമുണ്ട് അവിടെ എന്നാണ് CPIഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ PA ഗോകുൽദാസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത് വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയതും ഇത്തരത്തിൽ ആക്രമിച്ച ഒരാളെ കൊലപ്പെടുത്തിയത്.